ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ 1-to-1 ഓൺലൈൻ ട്യൂട്ടറിങ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ സയൻസും റീസണിങ്ങുമാണ് സബ്ജക്റ്റുകൾ എടുക്കുന്നത്. ഈ സെഷൻസ് എല്ലാം ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. വീക്ക്ലി പ്ലാനും ഉണ്ട്, അതേപോലെ തന്നെ മന്ത്ലി പ്ലാനും ഉണ്ട്. ഒരു ദിവസം 8 സ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7 people A, B, D, E, G, H and K are sitting in a straight line facing north. 7 പേരുണ്ട്. 7 പേരും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇരിക്കുകയാണ്, നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ടാവും. അത് മാർക്ക് ചെയ്യാം. റൈറ്റ്, അതേപോലെ തന്നെ ലെഫ്റ്റ്. പിന്നെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? ഈസ് സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ് ഓഫ് ദ ലൈൻ. ഈ ഏതൊരു തറ്റത്താണ്, ഏത് തറ്റത്താണ് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലും വരാം. എവിടെയാണെന്ന് നമുക്കറിയില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇ. ബിയും ഇയും അടുത്തടുത്താണ്. അപ്പോൾ ബിയും ഇയും അടുത്തടുത്താണ്. ആരാ ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് തന്നിട്ടുള്ളത്? ഓൺലി 3 people ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. എൻ്റെയും ഇൻ്റെയും ഇടയിൽ എത്ര പേരാണുള്ളത്? 3 പേരുണ്ട്. അതും അടയാളപ്പെടുത്താം. എ കഴിഞ്ഞിട്ട് 1, 2, 3 എൻ്റെയും ഇൻ്റെയും ഇടയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? എ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി. എ എന്ന് പറയുമ്പോൾ ജിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ്. അപ്പോൾ ജിൻ്റെ ഫസ്റ്റ് റൈറ്റ് ഒരു ഗ്യാപ്പ് ഇട്ടു, സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? എ ഉള്ളത്. പിന്നെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്? എച്ച് ഈസ് നെയ്തർ ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ നോർ ബി. അതായത് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെയും ബിൻ്റെയും അടുത്ത് വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെയും ബിൻ്റെ അടുത്ത് വരാൻ പാടില്ല എച്ച്. പിന്നെ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കെ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. ഡിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇൻ്റെ പൊസിഷൻ എവിടെ കൊടുക്കും? നമുക്ക് ലെഫ്റ്റ് എൻഡിൽ കൊടുത്ത് തുടങ്ങാം, ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന്. ലെഫ്റ്റ് എൻഡിൽ കൊടുക്കാം. ഇ കൊടുത്തു. ഇയും ബിയും അടുത്തടുത്താണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബി വരുമല്ലോ, ബിയും കൊടുത്തു. പിന്നെ എന്താണ്? എൻ്റെയും ഇൻ്റെയും ഇടയിൽ 3 ഗ്യാപ്പ് ഉണ്ട്, 3 പേരുണ്ട്. അപ്പോൾ 1, 2, 3 ഇവിടെ എ വരുമല്ലോ. എൻ്റെയും ഇൻ്റെ ഇടയിൽ 3 ഗ്യാപ്പായില്ലേ, 3 പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പൊസിഷനും കിട്ടി. പിന്നെ ജിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് എ ഉള്ളത്. അപ്പോൾ ജി എവിടെ വരും? ഇവിടെ വരണ്ടേ, ബി കഴിഞ്ഞിട്ട്. ഫസ്റ്റ് റൈറ്റ് ഇവിടെ, സെക്കൻഡ് റൈറ്റ് എ വന്നു, അതും ഓക്കെ ആയി. പിന്നെന്താണ്? എച്ചിൻ്റെ അടുത്ത് ആര് പാടില്ല? എയും പാടില്ല, ബിയും പാടില്ല. ബി എന്തായാലും വരുമല്ലോ, കുഴപ്പമില്ല. ഇനി നമുക്ക് എൻ്റെ തൊട്ടടുത്ത 2 പൊസിഷനുകളല്ലേ, അപ്പുറം ഇപ്പുറമുള്ള പൊസിഷനിൽ ആര് വരൂല? എച്ച് വരൂല. അപ്പം നമുക്ക് എച്ച് എവിടെ ഇനി കൊടുക്കാനുള്ള? റൈറ്റ് എൻഡിൽ എച്ച് കൊടുക്കാമല്ലോ. എച്ച് റൈറ്റ് എൻഡിൽ കൊടുത്തു. പിന്നെന്താണ് തന്നിട്ടുള്ള അടുത്തത്? ഡിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് കെ ഉള്ളത്. അപ്പോൾ ഡി എവിടെ വരണം? ഇവിടെ വരണം. ജിൻ്റെയും എൻ്റെയും ഇടയിൽ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെയും കൊടുക്കാം. അപ്പം നമ്മൾ പൊസിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് കെ. കെയിൻ്റെ റൈറ്റിൽ എത്ര പേരാണുള്ളത്? ഇവിടെ നോക്കി നോക്ക്. കെയിൻ്റെ റൈറ്റിൽ ആകെ ഒരാളേ ഉള്ളൂ, എച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര പേരാണ്? ഒരാൾ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, 1.
അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സർക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. 6 friends are sitting around a table facing center with equal distance between 2 neighbors. 6 ഫ്രണ്ട്സ് ഉണ്ട്. 6 പേരും ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുകയാണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും എന്താണ്? ഫേസിങ് സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? സാറ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ലൗറ. ലൗറേൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണുള്ളത്? സാറ ഉള്ളത്. അപ്പോൾ നമുക്ക് എവിടെ കൊടുക്കാം? എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സർക്കുലർ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ലൗറ വെച്ച് തുടങ്ങാം. ലൗറേൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരുള്ളത്? സാറ ഉള്ളത്. ഇവിടെയല്ലേ ലെഫ്റ്റ് വരിക? അന്നേരം സാറേൻ്റെ പൊസിഷൻ ഇതാണ്, സാറ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? റോൺ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടൈലർ. റോണും ടൈലറും പുതിയതായി തന്നു. പക്ഷെ നമുക്ക് സാറേനെ ലൗറേനെ റിലേറ്റ് ചെയ്തിട്ട് ഒരാളെയും കൂടെ കിട്ടണം. എന്നാലേ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റും. ഇപ്പോൾ എവിടെ ഇത് കൊടുക്കേണ്ടത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്കത് പെൻഡിങ്ങിലിടാം. പിന്നെ അടുത്തത് നോക്കാം. സാറ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ആഡം. ആഡത്തിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് സാറ ഉള്ളത്. അപ്പോൾ നമുക്ക് ആഡത്തിനെ വരച്ചുവിടെ. ആഡം എവിടെയാണ് വരിക? ഇവിടെ വരുമല്ലോ. ആഡത്തിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ വരും, തേർഡ് ലെഫ്റ്റിൽ സാറ വന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ഓക്കെ ആയി. പിന്നെന്താണ് തന്നിട്ടുള്ളത്? ലൗറ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടൈലർ. ടൈലറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരുള്ളത്? ലൗറ ഉള്ളത്. അപ്പോൾ ടൈലർ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. ടൈലർ. ഇനി നമുക്ക് 2 പൊസിഷൻസ് ആണ് ഫില്ല് ചെയ്യാനുള്ളൂ. നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുപോയിട്ടുണ്ട്, അത് നോക്കാം. റോൺ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ടൈലർ. ടൈലറിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് റോൺ ഉള്ളത്. ടൈലറിൻ്റെ ഫസ്റ്റ് റൈറ്റിൽ ആരാണ്? ആഡം. സെക്കൻഡ് റൈറ്റിൽ റോണും വന്നു. പിന്നെന്താണ് ലാസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇല്ലേ? ടെസ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് റോണ്. റോണിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണുള്ളത്? ടെസയാണുള്ളത്. അപ്പോൾ ടെസ ഇവിടെ വരും ബാക്കിയുള്ള പൊസിഷനിൽ. ടെസ. അപ്പോൾ നമ്മൾ പൊസിഷൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സാറ. സാറേൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണുള്ളത്? സാറയോടെ ഇവിടെയല്ല സാറ ഉള്ളത്. സാറേൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണ്? ടെസയാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സർക്കുലർ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. യു വി ഡബ്ല്യു എക്സ് വൈ ആൻഡ് ഇസഡ് ആർ 6 സ്റ്റുഡൻസ് സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് സെൻറ്റർ ഓഫ് ദി ടേബിൾ ഫോർ എ സ്കൂൾ അസൈൻമെൻറ്റ്. അതായത് എന്ന് പറയുമ്പോൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. എത്ര പേരാണുള്ളത്? 6 പേര് തന്നെയാണുള്ളത്, സ്റ്റുഡൻസ് ആണുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡയഗ്രാം വരച്ചു. അതേപോലെ തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. എക്സ് ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡബ്ല്യു. എക്സ് എന്താണ്? ഡബ്ല്യുവിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ്. റൈറ്റോ ലെഫ്റ്റോ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എടുത്ത് എഴുതാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എക്സും ഡബ്ല്യുവും അടുത്തടുത്താണ്. എക്സ് ഡബ്ല്യു, അല്ലെങ്കിൽ ഡബ്ല്യു കഴിഞ്ഞിട്ട് എക്സ്, അത് നമുക്കറിയില്ല. പിന്നെന്താണ്? വി ഈസ് സീറ്റഡ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് വി ഉള്ളത്. അപ്പോൾ നമുക്ക് ഡബ്ല്യു വെച്ച് തുടങ്ങാം. ഡബ്ല്യു.
ഡബ്ല്യുവിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ വരും, തേർഡ് ലെഫ്റ്റിൽ ആരാണുള്ളത്? വി അല്ലേ? വി. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. യു ഈസ് സീറ്റഡ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് വൈ. യു എന്ന് പറയുമ്പോൾ എന്താണ്? വൈൻ്റെ റൈറ്റിലാണ്, ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താൻ ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റൂല. അപ്പം അതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. വി ഈസ് സീറ്റഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എക്സ്. എക്സിന്റെ സെക്കൻഡ് റൈറ്റിലാണ് ആരുള്ളത്? വി ഉള്ളത്. അപ്പോൾ എക്സ് എവിടെ കൊടുക്കും? ഇവിടെയല്ല എക്സ് വരിക. എക്സിന്റെ ഫസ്റ്റ് റൈറ്റ് ഇവിടെ വരും, സെക്കൻഡ് റൈറ്റിൽ വി വന്നു. പിന്നെന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടില്ലേ? യു ഈസ് സീറ്റഡ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് വൈ. വൈൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണുള്ളത്? യു ആണുള്ളത്. അപ്പോൾ വൈൻ്റെ പൊസിഷൻ എവിടെ വരും? വൈ ഇവിടെ വരണ്ടേ? ഇവിടെ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വൈൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണുള്ളത്? യു ആണുള്ളത്. ഇനി നമുക്ക് ഒറ്റൊരു പൊസിഷനാണ് ഫില്ല് ചെയ്യാനുള്ളൂ. അവിടെ ആരാണ് വരിക? ഇസഡ് അല്ലേ വരിക? ഇസഡും കൊടുത്തു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് സീറ്റഡ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇസഡ്. ഇസഡിൻ്റെ തേർഡ് ലെഫ്റ്റിൽ ആരാണുള്ളത് നോക്കാം. ഫസ്റ്റ് ലെഫ്റ്റിൽ എക്സ്, സെക്കൻഡ് ലെഫ്റ്റിൽ ഡബ്ല്യു, തേർഡ് ലെഫ്റ്റിൽ യു. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനും സർക്കുലർ അറേഞ്ച്മെന്റ് തന്നെയാണ്. നമുക്ക് വായിച്ചു നോക്കാം. 6 ഗേൾസ് വിത്ത് ഇനീഷ്യൽസ് വി, എം, എസ്, ഇ, എൻ ആൻഡ് സി ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് സെൻറ്റർ ആൻഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ, നോട്ട് നെസസറിലി ഇൻ ദി സെയിം ഓർഡർ. ഇവിടെ നമുക്ക് എത്രയാണ്? 6 ഗേൾസിനെ തന്നിട്ടുണ്ട്. 6 പേരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡറിലാവണമെന്ന് നിർബന്ധമില്ല, ഏത് ഓർഡറിലും വരാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. സിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരുള്ളത്? ഇ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തുടങ്ങാം. സീനെ ഇവിടെ കൊടുക്കാം. സീൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ഇ ഉള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റിൽ ആരാണ്? ഇ. ഇനെ നമ്മൾ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് എന്താണ്? എസ് സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. വിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് എസ് ഉള്ളത്. അപ്പം വി വരും, സെക്കൻഡ് റൈറ്റിൽ ആരാണ്? എസ്. അത് നമുക്കിവിടെ കൊടുക്കാനായിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. സി സിറ്റ്സ് അറ്റ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വി. സി എവിടെയാണുള്ളത്? വിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. അപ്പോൾ വി ഇവിടെ വരുമല്ലോ. വിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്? എൻ സിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഇൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരുള്ളത്? എൻ ഉള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ, ഇവിടെ എൻ വന്നു. ഇനി നമുക്ക് വിട്ടുപോയ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതായത് വിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് എസ് ഉള്ളത് എന്ന്. വിൻ്റെ ഫസ്റ്റ് റൈറ്റ് എൻ വരും, സെക്കൻഡ് റൈറ്റിൽ എസ്. നമുക്ക് ഒറ്റൊരു പൊസിഷനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആ പൊസിഷനിൽ ഏതാണ് വരിക? എം അല്ലേ വരും. എം ഇവിടെ വരും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഹൂ സിറ്റ്സ് അറ്റ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി. സിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണുള്ളത്? എം അല്ലേ ഉള്ളത്. എം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? സർക്കുലർ അറേഞ്ച്മെന്റ് തന്നെയാണ്. 6 ആൾക്കാരും ഉണ്ട്. നമുക്ക് നോക്കാം.
സിക്സ് ഫ്രണ്ട്സ് ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് സെൻറ്റർ. 6 പേരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗബ്രിയേൽ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് സുജിത. സുജിതേൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് ആരുള്ളത്? ഗബ്രിയേൽ ഉള്ളത്. അപ്പം നമുക്ക് സുജിതേനെ വെച്ച് തുടങ്ങാം. സുജിതേനെ ഇവിടെ അടയാളപ്പെടുത്താം. സുജിതേൻ്റെ സെക്കൻഡ് റൈറ്റ്, ഫസ്റ്റ് റൈറ്റ് ഇവിടെ വരും. സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? ഗബ്രിയേൽ. ഇപ്പോൾ ഗബ്രിയേലിനെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിതേഷ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ത്രിണബ്. അത് നമുക്കിപ്പോൾ അടയാളപ്പെടുത്താൻ പറ്റൂല, കാരണം നമുക്ക് പൊസിഷൻസ് ഒന്നും കൺഫേം ആയി വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. സൗരവ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബോത്ത് ഗബ്രിയേൽ ആൻഡ് ധ്രുവ്. ഗബ്രിയേലിൻ്റെയും ധ്രുവിൻ്റെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാണ്? സൗരവ്. അപ്പോൾ ധ്രുവ് ഇവിടെ വരണല്ലോ. ധ്രുവ് ഇവിടെ വന്നു. സൗരവ് ഇതിൻ്റെ നടുക്ക് വരണം. സൗരവ് ഇതിൻ്റെ നടുക്ക് വന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് നെയ്ബറായി. ഗബ്രിയേലിൻ്റെയും ധ്രുവിൻ്റെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാണ്? സൗരവായി. അപ്പം അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വിട്ടുപോയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. റിതേഷ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ത്രിണബ്. ത്രിണബിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? റിതേഷ് വരുന്നത്. അപ്പോൾ ത്രിണബിന് ഇവിടെ കൊടുക്കണ്ടേ? ത്രിണബിന് ഇവിടെ കൊടുത്തു. ത്രിണബിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? റിതേഷ്. റിതേഷിന് ഇവിടെയും കൊടുത്തു. അപ്പോൾ നമ്മൾ പൊസിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബോത്ത് റിതേഷ് ആൻഡ് ത്രിണബ്. റിതേഷിൻ്റെയും ത്രിണബിൻ്റെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാണ്? ത്രിണബ് ഇവിടെ വന്നു, റിതേഷ് ഇവിടെ വന്നു, സുജിതയല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതും സർക്കുലർ അറേഞ്ച്മെന്റ് തന്നെയാണ്. വായിച്ചു നോക്കാം. HIJKL and M are 6 people sitting around a circular table facing center of the table for a group discussion. 6 പേരുണ്ട്. 6 പേരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഡയഗ്രാം വരച്ച് റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് തന്നിട്ടുള്ളത്? H ഈസ് സീറ്റഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് J. ജെയിൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് H ഉള്ളത്. അപ്പോൾ ജെ വെച്ച് തുടങ്ങാം. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെയിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? H. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? L ഈസ് സീറ്റഡ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് H. Hൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് L ഉള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെ വരും, തേർഡ് ലെഫ്റ്റിൽ L. അപ്പോൾ എല്ലും കിട്ടി. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? M ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് K. കെയും എമ്മും അടുത്തടുത്തല്ല. K ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് L. എല്ലിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാണ്? K ആണ്. അപ്പോൾ ഒരു സൈഡിൽ J വന്നു, അന്നേരം K ഇവിടെ വരണല്ലോ. Kയും കൊടുത്തു. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അതേതാണ്? കെയും എമ്മും അടുത്തടുത്തല്ല. അപ്പോൾ ഈ പൊസിഷനിൽ എന്താണ്? എം വരൂല, എം ഇവിടെ വരാനുള്ളൂ. ഇനി വിട്ടുപോയത് ആരാണ്? I അല്ലേ? കെയിൻ്റെ അടുത്ത് I വരും. ഇപ്പം നമ്മൾ പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്? ഹൂ ഈസ് സീറ്റഡ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് L. എല്ലിൻ്റെ സെക്കൻഡ് റൈറ്റിൽ ആരാണുള്ളത്? L ഇവിടെ വന്നു. എല്ലിൻ്റെ ഫസ്റ്റ് റൈറ്റിൽ J വന്നു,
സെക്കൻഡ് റൈറ്റിൽ എം വന്നു. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എം, ഓപ്ഷൻ 4 ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.